നമസ്കാരം. നാം ഇന്ന് ഒരുപാട് കേൾക്കുന്നുണ്ട് ശാസ്ത്രം എന്നുള്ള ശബ്ദം. ശാസ്ത്രം എന്താണ് ഈ ശാസ്ത്രം? കാരണം നമ്മൾ സ്കൂളിലെല്ലാം തന്നെ ഈ സയൻസിനെ നാം ഈ ഭൗതിക ശാസ്ത്രം ഫിസിക്സ് പറയുന്നു, കെമിസ്ട്രി രസതന്ത്രം, സോഷ്യൽ സയൻസിനെ സാമൂഹിക ശാസ്ത്രം എന്നിങ്ങനെ നാം ചേർത്ത് ഉപയോഗിച്ച് തുടങ്ങി. പക്ഷേ ഭാരതീയ ശാസ്ത്രങ്ങൾ, ആ ശാസ്ത്രം, അതിൽ പറയുന്ന ശാസ്ത്രങ്ങൾ എന്താണ്? ശാസനാത് ത്രായതേ, രക്ഷിക്കുന്നത് എന്താണോ, നമ്മെ രക്ഷിക്കുന്നത് എന്താണോ അതിനെ ശാസ്ത്രം എന്ന് പറയുന്നു. പ്രവൃത്തി നിവൃത്തി പരത്വാത് ശാസ്ത്രം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശാസ്ത്രം എന്നുള്ള വാക്ക് സാധാരണക്കാരൻ എങ്ങനെ ചേർത്ത് മനസ്സിലാക്കാം എന്നുള്ളതാണ്. സാധാരണക്കാരിൽ സാധാരണക്കാർ ചിന്തിക്കുക, അമ്മയുടെ ഉപദേശം കുട്ടിയുടെ രക്ഷയ്ക്കായിക്കൊണ്ട്, നന്മയ്ക്കായിക്കൊണ്ട് ചെയ്യുന്നു. ആ ഉപദേശം ശാസ്ത്രം തന്നെയാണ്. ഗുരു ഉപദേശം ശാസ്ത്രം തന്നെയാണ്. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ തത്വബോധ അവധാനത സാ ശ്രദ്ധ എന്ന് പറയുന്നു. അപ്പോൾ അത് ശാസ്ത്രത്തോടു കൂടി തന്നെ, ആ ഒരു ചിന്തയിൽ, ആ ഒരു വീക്ഷണത്തോടു കൂടി തന്നെ നാം കാണുന്നു, അത് നമ്മെ രക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗുരു ഉപദേശം എന്നുള്ളത് ശാസ്ത്രം തന്നെയാണ്. അച്ഛൻ മക്കളെ ഉപദേശിക്കുന്നു, ശാസ്ത്രം തന്നെയാണ്. അങ്ങനെ ആ ശാസ്ത്രം എന്ന ശബ്ദത്തോടു കൂടി ആ ശബ്ദത്തെ നാം നോക്കിക്കാണുമ്പോൾ നമ്മെ രക്ഷിക്കുന്നതെന്താണോ അത് ശാസ്ത്രം എന്ന് ചേർത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്നുള്ള നല്ല ആ വാക്യങ്ങളെല്ലാം നല്ല രീതിക്കെടുത്ത് മനുഷ്യൻ മുന്നോട്ട് പോകുവാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ ഇന്ന് ശാസ്ത്രം എന്ന് പറയുമ്പോൾ എങ്ങാണ്ടോ ജാമ്പവാൻ കാലത്തിലുള്ള വിഷയമാണെന്നും ഇതൊരു ആചാരമാണെന്നും അതിനെ ശാസ്ത്രമെന്ന് വിളിക്കുന്നു എന്നിങ്ങനെ പല തരത്തിലുള്ള അഭ്യൂഹങ്ങൾ, എന്താണെന്നറിയില്ല, അങ്ങനെ എന്തോ പഴഞ്ചൻ ശാസ്ത്രവുമായിട്ട് വന്നിരിക്കുന്നു എന്ന മട്ടിലേക്ക് കാര്യത്തെ നാം നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനാൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ശാസ്ത്രം ശാസനാത് ത്രായതേ. അങ്ങനെ ഭാരതീയ സംസ്കാരത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ശാസ്ത്രം, ഋഷികളെല്ലാം തന്നെ, ഒരുപാട് ഋഷികളുണ്ട്. ഒരു ഋഷിയല്ല, നമുക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. പലരുടെയും വീക്ഷണങ്ങൾ, പലരുടെയും ദൃഷ്ടിയിൽ നിന്നുകൊണ്ട്, പലരുടെയും തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഉപദേശിച്ച നന്മകൾ, വേദം, വേദാംഗം, ധർമ്മശാസ്ത്രം, ഇതിഹാസം, പുരാണം, ഇതെല്ലാം തന്നെ ശാസ്ത്രമായി കണക്കാക്കാം. അപ്പോൾ അങ്ങനെ ആ ഒരു ദൃഷ്ടിയിൽ നാം നോക്കിക്കണ്ടാൽ ഉപദേശങ്ങൾ നന്മയ്ക്കായിക്കൊണ്ട്, മനുഷ്യൻ്റെ നന്മയ്ക്കായിക്കൊണ്ട് ഉപദേശിച്ചവ എല്ലാം തന്നെ ശാസ്ത്രമാണെന്ന് നാം അതും കൂടി ചേർത്ത് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ രക്ഷയ്ക്ക്, നമ്മെ രക്ഷിക്കുന്നതിനെ ശാസ്ത്രമെന്നും, ആ ശാസ്ത്രം പരമ്പരയായി നടപ്പിലാക്കിക്കൊണ്ട് ആചാര രീതിയിൽ, ശീലമെന്ന രീതിയിൽ മുന്നോട്ട് നീക്കിക്കൊണ്ട് നമ്മളുടെ മുമ്പിൽ ഇതുവരെ എത്തിച്ചു തന്നിട്ടുണ്ട്. അതിനെ നോക്കുക, ചിന്തിക്കുക. രാമായണം, മഹാഭാരതം കാലഘട്ടം മുതൽ ഒന്ന് ചിന്തിക്കുക. ഓരോ ചെറിയ ചെറിയ പീസ് ഓഫ് ഇൻഫർമേഷൻ, ഓരോ ശീലം നമ്മളിലേക്ക് എത്തി. ആര് തുടങ്ങി, എപ്പോൾ തുടങ്ങി, എങ്ങനെ തുടങ്ങി, എവിടെ തുടങ്ങി അറിയത്തില്ല. നല്ലൊരു ഉദാഹരണം എടുക്കാമല്ലോ. രാവിലെ ഇന്ന് പല പ്രദേശങ്ങളിലും കാണാൻ പറ്റും, കേരളത്തിൽ അറിയത്തില്ല, കേരളത്തിൽ തുലോം തുച്ഛമായി, ഇനിയിപ്പോൾ ഇല്ല എന്ന് പറയാം. രാവിലെ എണീറ്റാൽ മുറ്റമടിച്ച് വൃത്തിയാക്കുന്നു, ചെറിയൊരു യോഗ പോസ്റ്ററിൽ നിന്നുകൊണ്ട് മുറ്റത്ത് ഈ രംഗോലി കോലം വരയ്ക്കുന്നു, അരിപ്പൊടി കൊണ്ട് കോലം വരയ്ക്കുന്നു. ഉറുമ്പുകൾക്ക് ഭക്ഷണമാണ്. അതങ്ങനെ ഭൂതയജ്ഞവുമായിട്ട് ബന്ധപ്പെടുത്തി നിൽക്കുന്നു. സ്ത്രീകൾ അത് ചെയ്യുന്നു. ഒരു എൽ ഷേപ്പിലാണ് നിന്നുകൊണ്ട് ചെയ്യുന്നത്. 5 മിനിറ്റ് അവരറിയാതെ യോഗ ചെയ്യുന്നു. എന്നിങ്ങനെ പല രീതിക്കുള്ള നന്മ ഒരു ഒറ്റ ശീലത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആരോ എവിടെയോ തുടങ്ങി. അത് നല്ലത് എന്ന് ബോധം വന്ന ശേഷം നാം അതിനെ കടപിടിച്ചു. അങ്ങനെ ഒന്നിൽ നിന്ന് 10, 100, 100, 1000 ലക്ഷങ്ങളായി. തമിഴ്നാട്, തെലുഗുദേശം, ആന്ധ്രാപ്രദേശ്, കർണാടക, ഇവിടെയെല്ലാം നമുക്കിതിനെ കാണുവാൻ സാധിക്കും. അങ്ങനെ ഇനി മുതൽ നാം ശാസ്ത്രം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ശാസനാത് ത്രായതേ, നമ്മെ രക്ഷിക്കുന്ന ഉപദേശങ്ങളെല്ലാം തന്നെ ശാസ്ത്രമാണെന്ന് ചേർത്ത് മനസ്സിലാക്കിയാൽ നമുക്ക് നന്മ വരും എന്നുള്ളതിൽ മാറ്റമില്ല. നമസ്കാരം.